Hi everyone. +2 ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ പോവുകയാണല്ലേ, കുറച്ച് പേർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ +2കാർക്കുള്ള ഏറ്റവും വലിയൊരു കൺഫ്യൂഷനാണ്. ഞങ്ങൾ സൂപ്പർ കിങ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, കുറേ പേര് ജോയിൻ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം, ഞങ്ങൾ ഏത് ക്ലാസ്സാണ് കാണുന്നത്. കുറച്ച് പേരൊക്കെ കറക്റ്റ് സമയത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല. കുറച്ച് പേര് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തവർ ആപ്പിലെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഞങ്ങൾ നോക്കുമ്പം അതിൽ ലൈവ് ക്ലാസ് കിടക്കുന്നുണ്ട്, പേൾ വീഡിയോസ് കിടക്കുന്നുണ്ട്, പിന്നെ കുറേ ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാം ഞങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണം. അപ്പോൾ സൂപ്പർ കിങ്സ് ബാച്ചിൽ പഠിക്കുന്ന +2നോടൊപ്പം തന്നെ നീറ്റിനും കൂടി പ്രിപ്പയർ ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നീറ്റ് ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾക്കൊക്കെ ഒരു ട്യൂട്ടോറിയൽ, അതായത് എങ്ങനെ നിങ്ങൾ ആപ്പ് യൂസ് ചെയ്യണം, ഏറ്റവും എഫക്റ്റീവായി നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് എങ്ങനെ ആപ്പിലെ എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യാം, ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനാണ് മിസ് വന്നത്. അപ്പോൾ നമ്മൾ സൈലം ലേണിംഗ് ആപ്പ് നിങ്ങളൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഒരു OTP വരും, അങ്ങനെ ലോഗിൻ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു സൈഡ് ബാർ കാണാൻ പറ്റും. അവിടെ കുറേ കോഴ്സസ് കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിങ്ങൾ നീറ്റ് സെലക്ട് ചെയ്യണം. നീറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പം അതിൽ കാണിക്കും 11, 12, 12+ അങ്ങനെ കാണിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ 12 സെലക്ട് ചെയ്യുക. 12 സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഹോം പേജ് കാണാൻ പറ്റും. അവിടെ അതിൻ്റെ താഴെയായിട്ട് മൈ ബാച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ മൈ ബാച്ചസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറേ ബാച്ചസ് വരും. പക്ഷേ നിങ്ങൾ പേ ചെയ്തിരിക്കുന്നത് സൂപ്പർ കിങ്സ് ബാച്ചിനാണല്ലോ. അപ്പോൾ നിങ്ങൾ അവിടെ നോക്കുമ്പോൾ 2 ബാർ കാണാൻ പറ്റും, പെയ്ഡ് ആൻഡ് ഫ്രീ. അപ്പോൾ പെയ്ഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സൂപ്പർ കിങ്സ് നീറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സൂപ്പർ കിങ്സ് നീറ്റ് CBSE കാണാൻ പറ്റും, ബേസ്ഡ് ഓൺ നിങ്ങൾ ഏതാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ആപ്പിൽ അങ്ങനെ നിങ്ങളുടെ ബാച്ച് സെലക്ട് ചെയ്ത് സൂപ്പർ കിങ്സ് നീറ്റ് സ്റ്റേറ്റ് 2026 എന്നുള്ളതായിരിക്കും സ്റ്റേറ്റ്, അല്ലെങ്കിൽ CBSE ആയിരിക്കും നിങ്ങളുടെ ബാച്ച്. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അവിടെ തന്നെ ഒരു എക്സ്പ്ലോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് താഴെ. അത് ക്ലിക്ക് ചെയ്താൽ മതി, ബാച്ചിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓൾസോ ആദ്യം തന്നെ ബാച്ച് ഡിസ്ക്രിപ്ഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ പേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ ഇങ്ങനെ കുറേ ബാർസ് കാണാം. ഒന്ന് ബാച്ചിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ്, എപ്പോൾ വരെ വാലിഡ് ആണ്, പിന്നെ എന്തൊക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്, GIBs, AITS ആൻഡ് പ്രീ നീറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ്, അതൊക്കെ ഈ ബാച്ചിലുള്ളവർക്ക് ഫ്രീ ആയിട്ട് ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരെ പോകുമ്പോൾ ഓൾ ക്ലാസ്സസ് കാണാം. അവിടെ ഓൾ ക്ലാസ്സസിൽ ഇപ്പോൾ നമ്മൾ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ ഫണ്ടമെൻ്റൽസ് കിടക്കുന്നുണ്ടാകും, അതായത് ബേസിക്സ് ഓഫ് വീഡിയോസ് കിടക്കുന്നുണ്ടാകും. പിന്നെ നമ്മുടെ ചാപ്റ്റേഴ്സ്, സ്റ്റാർട്ട് ചെയ്ത ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ബേസിക്സ് വീഡിയോസ് ശരിക്കും നമ്മൾ ബാച്ചിലെ സിലബസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ ബേസിക്സ് പഠിപ്പിക്കാനായിട്ട്, ഈ സിലബസുമായിട്ട് നിങ്ങൾക്ക് ഒന്ന് പരിചയമാവാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബേസിക് വീഡിയോസ് ആയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ആ ബേസിക് വീഡിയോസ് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ടൈം ടേബിൾ ഇട്ടിട്ട് നിങ്ങളുടെ ലൈവ് ക്ലാസ് ഇല്ലാത്ത നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഈ ബേസിക്സ് നിങ്ങൾക്ക് കണ്ടു തീർക്കാം. കാരണം ബേസിക്സ് കണ്ടു പോകുന്നത് നിങ്ങളുടെ ആ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന കോൺസെപ്റ്റ്സിനെ സ്ട്രോങ് ആക്കാൻ, ഒന്നും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബേസിക് വീഡിയോസ് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി നിങ്ങൾ സമയമുള്ളതുപോലെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു ടൈം ടേബിൾ ഇടുക. മൺഡേ ടു സാറ്റർഡേ ഒരു ടൈം ടേബിൾ ഇടുക. അതിൽ ഞാൻ ഡെയിലി മോർണിംഗ് 5 to 6 AM നിങ്ങൾ എപ്പോഴാണോ രാവിലെ പഠിക്കുന്നത്, അല്ലെങ്കിൽ 7 to 8 AM ഞാൻ ഈ വീഡിയോസ് കാണുന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു പ്ലാൻ ഇട്ടിട്ട് അതൊന്ന് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ ആ വീഡിയോസ് കാണും. ഓക്കെ, അതായത് ബേസിക് വീഡിയോസ് നമ്മൾ കണ്ടു തീർക്കും. പിന്നെ നമ്മൾ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് പേൾ വീഡിയോസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. പേൾ അല്ലേ, പേളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജീൻ്റെ നിങ്ങളുടെ എൻറ്റയർ നീറ്റ് സിലബസിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് ആണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മിസ്സേ എന്നാൽ പിന്നെ ആ പേൾ വീഡിയോ കണ്ടങ്ങ് പഠിച്ചാൽ പോലെ, എന്തിനാ ഈ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? രണ്ടും എന്തിനാണ്? അവിടെയാണ് സൈലത്തിൻ്റെ ടീച്ചിങ് സിസ്റ്റം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. സി ഹിയർ, നിങ്ങളൊരു പേൾ വീഡിയോ കാണുമ്പോൾ സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നു, ആ ടോപ്പിക്കിൽ സംശയങ്ങൾ വരുമ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം അതേ ലൈവ് ക്ലാസ്, സബ് ടോപ്പിക്കിൻ്റെ ലൈവ് ക്ലാസ് തന്നെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ പേൾ വീഡിയോ ആണ് നിങ്ങൾ കണ്ടതെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് അതിൻ്റെ ലൈവ് ആയിരിക്കും നടക്കുക. അപ്പോൾ ആ ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ ഈവനിങ് 7 PM ആയിരിക്കും, ഈവനിങ് ടൈം ആണ് നിങ്ങളുടെ ലൈവ് ക്ലാസ്സസ് വരിക. ആ സമയത്ത് നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് നേരിട്ട് ഡൗട്ട്സ് ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ്സിലെ ടോപ്പിക് ഒന്നും കൂടി ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഇല്ലാണ്ടായിക്കോളും. ഈവൻ ഇഫ് നോട്ട്, നിങ്ങളുടെ കോൺസെപ്റ്റ് നല്ല പോലെ സ്ട്രോങ് ആവുകയും ചെയ്യും ഈ ലൈവ് പേൾ ക്ലാസ്സിലൂടെ, ഈ ലൈവ് ക്ലാസ്സിലൂടെ. പ്ലസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് നീറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ബോർഡ്സിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന, നിങ്ങളുടെ പബ്ലിക് എക്സാമിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ ബാച്ചിൻ്റെ പ്രത്യേകത. പിന്നെ
നിങ്ങൾക്കിത് അല്ലാത്ത രീതിയിലും ചെയ്യാം. ആസ് എൻ ഓൺലൈൻ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ബാച്ചും കൂടിയാണിത്. അപ്പം നിങ്ങൾക്ക് ഇനി സപ്പോസ് ആദ്യം ലൈവ് ക്ലാസ് കണ്ടിട്ട് പിന്നെ പേൾ വീഡിയോ കാണാനാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ലൈവ് ക്ലാസ്സുകളൊക്കെ ഇതാ ഇവിടെ ഓരോ സബ്ജക്റ്റിൻ്റെയും കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, ഓൾ ക്ലാസ്സസിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അപ്കമിങ് ക്ലാസ്സസും അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ക്ലാസ് ഇപ്പോൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് പാർട്ട് ക്ലാസ് ആണ് നാളെ വരുന്നതെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അതിനുശേഷം അന്ന് രാത്രി നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയോ നിങ്ങൾക്ക് അതിൻ്റെ അതേ ടോപ്പിക്കിൻ്റെ പേൾ വീഡിയോ കാണാം. അപ്പോൾ ആ പേൾ വീഡിയോ നിങ്ങൾ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്ന സംശയങ്ങളൊക്കെ നിങ്ങൾ റെക്ടിഫൈ ചെയ്തിട്ടായിരിക്കും ഇത് കാണുന്നത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് എ റിവിഷൻ ഫോർ യു. ഹൗ എവർ യു വാണ്ട്, ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് പ്ലാൻ ചെയ്യാം. ഓക്കെ, പിന്നെ അത് കൂടാതെ അപ്പോൾ പേൾ വീഡിയോ ഉണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും. അതുകൂടാതെ നിങ്ങൾക്ക് ഇൻഫിനിറ്റി പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. എന്താണ് ഇൻഫിനിറ്റി പ്രാക്ടീസ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇതാക്കാനായിട്ടൊക്കെ മിസ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇഷ്ടമുള്ള അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൻ്റെ വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യും. അതാണ് നമ്മുടെ ഇൻഫിനിറ്റി പ്രാക്ടീസ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ബാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അനൗൺസ്മെൻറ്റോ യൂട്യൂബിലെ പബ്ലിക് ലൈവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അനൗൺസ്മെൻറ്റ്സിൽ കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ്. ഇങ്ങനെയാണ് നിങ്ങൾ ബാച്ച് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി നിങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങളിവിടെ പോകുമ്പോൾ, നിങ്ങളുടെ സ്റ്റഡി പേജിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് മൈ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു കാര്യം കാണാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെക്ചേഴ്സ് ഉണ്ടായിരുന്നു ഈ ബാച്ചിൽ, എത്ര എണ്ണം കംപ്ലീറ്റ് ചെയ്തു, ഇനി എത്ര അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഡൗട്ട്സിൻ്റെ മൈ ഡൗട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ മൈ ബാച്ചസ് എന്ന് പറഞ്ഞ് മൈ ബാച്ചസ് അല്ല, നിങ്ങളുടെ താഴേക്ക് പോകുമ്പോൾ യു ക്യാൻ സീ ടെസ്റ്റ് സീരീസ്. ടെസ്റ്റ് സീരീസിൽ നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന നീഡ് ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾ എഴുതാം. പക്ഷേ സൂപ്പർ കിങ്സുകാരോട് എനിക്കിപ്പോൾ പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ക്ലാസ്സസ് കാണുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സൂപ്പർ കിങ്സിൽ ടുഡേയ്സ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ക്ലാസ്സാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ആപ്പിൽ കാണാം. ഇപ്പോൾ സുവോളജിയുടെ ക്ലാസ്, കെമിസ്ട്രിയുടെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നമുക്ക് ആപ്പിൽ കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ മുകളിലായിട്ട് തന്നെ വീക്ക്ലി ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വീക്ക്ലി ഷെഡ്യൂളിൽ സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി ഓരോന്നിൻ്റെയും ക്ലാസ്സസ് ഏത് ഡേറ്റിലാണ് ഏത് സമയത്താണ് വരുന്നുള്ള കാലണ്ടർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഈ പേൾ വീഡിയോ കണ്ട് പ്രിപ്പയർഡ് ആയിട്ട് ലൈവ് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. പേൾ വീഡിയോസ്, റെക്കോർഡഡ് വീഡിയോസും നിങ്ങൾ കാണണം. പേൾ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്കോർഡഡ് വീഡിയോ ആണ്. അതേപോലെ ലൈവ് ക്ലാസ്സും നിങ്ങൾ കാണണം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആദ്യം റെക്കോർഡഡ് വീഡിയോ കണ്ട് ലൈവിൽ പോവാം, അല്ലെങ്കിൽ ലൈവ് കണ്ട് റെക്കോർഡഡ് ക്ലാസ്സസ് കാണാം. ഹൗവർ ഇറ്റ് ഈസ്. പക്ഷേ പ്ലീസ് മേക്ക് ഷുവർ ഇപ്പം തന്നെ നിങ്ങളത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ഒരു പെൻഡിങ് ടോപ്പിക്സും വരില്ല, ഒരു പ്രശ്നവും വരില്ല. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളൊരു ലൈവ് ക്ലാസ് മിസ്സായാലും നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ കണ്ട് അത് റെക്ടിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം, നിങ്ങൾ ഏത് ക്ലാസ് ആണ് കാണേണ്ടത്, ഏത് ഫീച്ചറാണ് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് രണ്ടും, ലൈവ് ക്ലാസ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഗുഡ് ലക്ക്.